ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മളുടെ വണ്ണം വയറ് ഒക്കെ കുറയാൻ സഹായിക്കുന്ന ഏതാനും യോഗ എക്സസൈസുകളാണ് പറഞ്ഞു തരുന്നത്. അപ്പം കൂടുതൽ ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്നാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും എന്നുള്ളതുകൊണ്ടൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഏതാനും യോഗ എക്സസൈസുകളാണ് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങിക്കോളൂ. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഓക്കെ, കാലുകൾ ഒരു 3.5 അടി അകലത്തിലേക്ക് വെക്കുക. പാദം ഈ ഒരു രീതിയിലേക്ക് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ താടാസനമൊക്കെ ചെയ്യുമ്പം കൈകൾ ഉയർത്തി കോർത്തിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുകയല്ലേ, വിരലുകൾ ക്രോസ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുക, ഉയരുക, നേരെ ഇങ്ങനെ ഇരിക്കുക, ഉയരുക, വീണ്ടും ഇങ്ങനെ വരിക, ഉയരുക, വീണ്ടും ഇങ്ങനെ ഇങ്ങനെ. ഇതിൻ്റെ പ്രയോജനം ഇങ്ങനെ നമ്മൾ മൊത്തം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നത് കൊണ്ട് കാലിൻ്റെ വിരൽ തൊട്ട് അപ്പോൾ നമ്മൾ കയ്യിൽ നമ്മൾ ഉയർത്തുന്ന കൈയുടെ വിരൽ വരെ ആ ഒരു സ്ട്രെച്ചിങ് വരുന്നുണ്ട്. അപ്പം സൈഡ് ഫാറ്റ് കുറയാനും വയറ് കുറയാനും അതുപോലെ പൊക്കം കുറവുള്ളവർക്കും ഹൈറ്റ് കൂടാനും ഈ എക്സസൈസ് സഹായിക്കും. അപ്പോൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് പ്രയോജനം കിട്ടും. ഓക്കെ, ഒന്നോടെ വിരൽ ക്രോസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു, ഉയർന്നു, ഇങ്ങനെ പിടിച്ചു, ഉയർന്നു, ഈ ഡയറക്ഷൻ ഇങ്ങനെ, വീണ്ടും ഇങ്ങനെ പിടിച്ചു, കാലുകൾ ഒരു അല്പാകത്തിൽ ഷോൾഡർ വിട്ട് അകലത്തിൽ വയ്ക്കുക. എന്നിട്ട് കൈകൾ ഇങ്ങനെ മാക്സിമം പുറകോട്ട് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ ചെയ്ത് കൈ ഉയർത്തുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്ത് കൈ താഴ്ത്തുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറിൻ്റെ ഭാഗം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുകയും പിന്നെ ഒന്ന് കംപ്രസ് ആവുകയും ചെയ്യുന്നുണ്ട്. ആ കൂടെ നിങ്ങൾ ഹീലൊന്ന് ഉയർത്തും കൂടെ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. വയറിൻ്റെ ഭാഗത്തോടൊന്ന് ശ്രദ്ധ കൊടുക്കുക. അവിടെ അനുഭവപ്പെടുന്ന ആ എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷന് ശ്രദ്ധിക്കുക. അടുത്തത് ഇതുപോലെ തന്നെ കാലുകൾ അകത്തുക. എന്നിട്ട് ഈ കൈ വിരലുകൾ പാദത്തിൻ്റെ അടിയിലേക്ക് വെക്കുക. ദെൻ സാവധാനം ഇരിക്കുക. നമ്മൾ ഗാർലൻഡ് പോസ്, മലാസനമൊക്കെ ചെയ്യൽ അതുപോലെ ഇരിക്കുന്നു. കൈകൾ ഇതുപോലെ വയ്ക്കുന്നു. ദെൻ ഉയരുക. ഓക്കെ, ഒരു 5 വരെ എണ്ണുന്ന വരെ നമ്മൾ ഈ പൊസിഷനിൽ ഇരിക്കുക. ദെൻ ഉയരുക. ശ്വാസം വിട്ടുകൊണ്ട് താഴുന്നു, ശ്വാസം എടുത്തുകൊണ്ട് ഉയരുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കഴിവതും മുട്ട് മടങ്ങാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് കൂടുതലൊരു ഇഫക്റ്റ് വരുന്നത്. മനസ്സിലായി കാണുമല്ലോ. ഇങ്ങനെ ഇരിക്കുന്നു, ഉയരും. 1 2 3 4 5. ഓക്കെ, നെക്സ്റ്റ് വൺ. നേരെ നിൽക്കുന്നു, കൈ ഈ ഒരു ഹൈറ്റിൽ പിടിക്കുന്നു, കാല് ഇങ്ങനെ ഉയർത്തുന്നു. ഓക്കെ, എത്ര ഉയർത്താവോ അത്രയും ഉയർത്തുക. വയറിൻ്റെ ഭാഗത്ത് നല്ല മൂവ്മെൻറ്റ് വരും. ഓക്കെ,
ഈ എക്സസൈസ് ചെയ്യുക. കൂടുതൽ സമയം റിപ്പീറ്റ് ചെയ്താൽ കുറേ കൂടെ എളുപ്പത്തിൽ നിങ്ങളുടെ വയറ് വണ്ണമൊക്കെ കുറയാൻ സഹായിക്കും. ദെൻ നെക്സ്റ്റ് വൺ, സാവധാനം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക ജോഗിങ്. ദെൻ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക. കാല് നന്നായിട്ട് ഉയർത്തുക. ദെൻ സ്ലോലി സ്പീഡ് കുറച്ച് കൊണ്ടുവരിക. ഓക്കെ, വീണ്ടും സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക. ദെൻ സാവധാനം പഴയ രീതിയിലേക്ക് വരിക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത്തരം എക്സസൈസുകൾ മുടങ്ങാതെ ചെയ്യുക. കഴിവതും എല്ലാ ദിവസവും രാവിലെ ചെയ്യാൻ ശ്രമിക്കുക. സമയമില്ലാത്തവർ വൈകിട്ടാക്കുക. ഇനിവേ അത് ഫുഡ് കഴിച്ച് ഒരു 2 hours ഒക്കെ കഴിഞ്ഞിട്ടേ നിങ്ങൾ ഈ എക്സസൈസുകളൊക്കെ ചെയ്യാനുള്ളൂ. രാവിലെ ആണെങ്കിൽ നമ്മുടെ സ്റ്റൊമക്ക് എംറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് രാവിലെ ചെയ്യുന്നത് ഉത്തമം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ